ഹായ്, മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഈ പാവയ്ക്കയുടെ കംപ്ലീറ്റ് കയ്പും മാറ്റി തരാം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്തായാലും കുറച്ചൊക്കെ കയ്പ് ഉണ്ടാകും, പാവയ്ക്കയിൽ കുറച്ചൊക്കെ കയ്പ് ഉണ്ടാകും. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. പിന്നെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ വെള്ള കളറിലുള്ള പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേപോലെയുള്ള പാവയ്ക്ക ഇവിടെ കിട്ടാനായിട്ട് ഭയങ്കര വിഷമാണ്. അപ്പൊ ഇന്നലെ ഞാൻ ലുലുവിൽ പോയപ്പോഴത്തേക്കും ഇതിരിക്കണ കണ്ടപ്പോ ഉടനെ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക ഒന്ന് നുറുക്കിയെടുക്കണം. ഞാനിപ്പോ ഇത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ഇത് നുറുക്കാം. പിന്നെ നുറുക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലെ. ഇതിന്റെ രണ്ട് സൈഡും മുറിച്ച് കളയാം. ഞാൻ എന്റെ രീതിയിൽ എളുപ്പപ്പണിയാട്ടോ ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ കളഞ്ഞെടുത്താൽ മതി. അപ്പൊ പെട്ടെന്ന് തന്നെ കളയും. പിന്നെ ഞാനിത് നുറുക്കുന്നത് ഈ രീതിയിലാണ്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഞാൻ നുറുക്കിയെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതെങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നുറുക്കിയെടുക്കാം. അപ്പൊ ഞാൻ ഇത് മുഴുവനും ഒന്ന് നുറുക്കിയെടുക്കട്ടെ കേട്ടോ. അങ്ങനെ പാവയ്ക്ക എല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്കയുടെ കുറച്ചും കൂടിയുള്ള കയ്പ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സാധാരണ എന്താ ചെയ്യണേന്ന് കാണിച്ചു തരാം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ നുറുക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ ഉപ്പ് ചേർക്കരുത്, ഞാൻ എടുത്തു പറയുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു കണക്കുണ്ടാകുമല്ലോ ഇത്ര വേണം എന്നുള്ളത്. ആ ഒരു കണക്കിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിക്കണം. ഇനി നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ മെഴുക്കുവരട്ടി വെക്കുന്നത് അതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. എന്നിട്ട് നല്ലതുപോലെ 2-3 പ്രാവശ്യം കഴുകിയെടുക്കും. അപ്പൊ അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമ്മുടെ പാവയ്ക്കയുടെ കംപ്ലീറ്റ് ഗുണങ്ങളും പോകും. അത് വേണ്ട. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. അപ്പൊ നമുക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ പാവയ്ക്ക് 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത്രയും ചേർക്കണ്ട. പക്ഷെ ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഇച്ചിരി നല്ല വറന്നൊക്കെ ഇരിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ്. അത് കാരണം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പാൻ ഒന്ന് ചൂടാകട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ഞാനിപ്പോ ഇവിടെ വളരെ കുറച്ച് മാത്രം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറം ആകാൻ തുടങ്ങുമല്ലോ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർക്കണം. അപ്പൊ ഫ്ലെയിം സിമ്മിൽ തന്നെ ഇട്ടേക്കൂ. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉള്ളി ചേർക്കാം. ഞാനിപ്പോ ഇവിടെ 25 ചെറിയ ഉള്ളി നീളത്തില് നുറുക്കിയെടുത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോ ചെറിയ ഉള്ളി ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ നുറുക്കി ചേർക്കാം. പക്ഷെ ടേസ്റ്റ് ഏതിനാന്ന് അറിയാലോ അല്ലെ. കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പൊ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അത് കാരണം പച്ചമുളക് 5 എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പൊ ഇത് ഇങ്ങനെ കിടന്നൊന്ന് വാടി വരട്ടെ. ഇപ്പൊ ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കുകയാണ്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ 10 മിനിറ്റ് മുമ്പ് നല്ലപോലെ ഉപ്പ് വരട്ടി വെച്ചിരുന്നില്ലേ പാവയ്ക്ക, അത് ചേർത്ത് കൊടുക്കാം.
പാവയ്ക്ക നല്ലതുപോലെ മൊരിഞ്ഞു വരണം. അപ്പൊ എണ്ണ കുറച്ചും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഓർക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എടുത്ത പാവയ്ക്ക എന്ന് പറയുന്നത് 1/2 കിലോയായിരുന്നു. ഓക്കെ, അപ്പൊ ഫ്ലെയിം സിമ്മിൽ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പൊ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. കണ്ടോ, അത് മൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് അടച്ചു വെക്കണ്ട. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പൊ ഇത്രയും നേരം സിമ്മിലായിരുന്നു ഇട്ടിരുന്നത്. ഇനിയിപ്പൊ മീഡിയത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുന്നില്ലേ, തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഉള്ളത്, അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചുമന്ന കളറിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് അടയ്ക്കാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിന്റെ സൈസൊക്കെ കുറഞ്ഞ് നന്നായിട്ടൊന്ന് ഫ്രൈ ആകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെയുള്ള സ്റ്റേജ് ആയിരിക്കും ഇഷ്ടം. അപ്പൊ ഈ സമയത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് പോരാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളകും കൂടി ഇതിലേക്ക് തന്നെ ഇടാം. അതിന് കുഴപ്പമില്ല. പിന്നെ ഇത്രയും പോരാ, കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചു നേരവും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ എന്തായാലും കുറച്ചു നേരവും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് കേട്ടോ. ഉപ്പ് തീരെയില്ല. അപ്പൊ ഇച്ചിരി ചേർത്ത് കൊടുക്കാം. പിന്നെ പാവയ്ക്ക ആയത് കാരണം അങ്ങ് കംപ്ലീറ്റ് കയ്പൊന്നും മാറുമൊന്നുമില്ല. കുറച്ച് കയ്പൊക്കെ ഉണ്ടാകും, എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന കയ്പായിരിക്കും അത്. അപ്പൊ ഞാൻ എന്തായാലും കുറച്ചു നേരം കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്ക മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഒരു 15 മിനിറ്റും കൂടി എടുത്തു കേട്ടോ ഇങ്ങനെ കിട്ടാനായിട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. Yay, my puppet show is made. And guys, you can even decorate the box, but I'm just showing you an example over here.